ഇതൊക്കെ പറയുമ്പോഴും ഈ പുസ്തകം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ആർക്ക് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചതായിട്ടും അറിവില്ല. ഇതിൽ തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനത് പൂർത്തീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഡിസംബർ 31 വരെയുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ആ പുസ്തകം ഈ ഡിസംബർ 31 വരെയുള്ള ജീവിതത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം തയ്യാറാക്കും. അത് തയ്യാറാക്കി പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് അത് ഒരു നല്ല പബ്ലിഷേഴ്സിന് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോൾ പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ അധികം താമസിയാതെ ഇറങ്ങും. അത് തീയതി നിശ്ചയിക്കാത്തത് കൊണ്ട് നിങ്ങളോട് തീയതി പറയുന്നില്ല. ഇപ്പം നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ച് ധൃതി പിടിച്ച ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ബാക്കിയെല്ലാം തയ്യാറായി ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണതയിലെത്തിച്ച് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകും. പ്രത്യേകിച്ച് ഞാനൊക്കെ ആകുമ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദമാണ്. പേര് ഞാൻ ഇട്ടില്ലല്ലോ. ഞാനിതുവരെ ഒരു പേര് ഇട്ടിട്ടില്ല, ഒരു ടൈറ്റിൽ അത് കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത് അതിൻ്റെ ആമുഖം എഴുതിയിട്ടില്ല, മുഖപുര ഒന്നും ഒരു കാര്യങ്ങൾ എഴുതിയിട്ട് തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പുസ്തകത്തിൻ്റെ കിടപ്പ്. അത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതേണ്ടത്. എന്തും ചെയ്യാം, ഏതുപോലെയും പ്രവർത്തിക്കാം. ഇതാണോ നമ്മുടെ ഈ രംഗത്ത് നിലനിൽക്കേണ്ടത്? അപ്പോൾ DC ബുക്സിനെ പോലുള്ള ഒരു പ്രസിദ്ധീകരണശാല എത്രമാത്രം വഴിവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയം. പലർക്കു വേണ്ടിയും സ്വാധീനിക്കാനും പലർക്കു വേണ്ടിയും CPM-നെതിരായും ഗവൺമെൻറ്റിനെതിരായും കാര്യങ്ങൾ നടത്താനും ഉള്ള സാഹചര്യം അവർ സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.